ഒരു ശ്രീനാരായണീയൻ്റെ കഥ, ഒരു ഖണ്ഡകാവ്യമാണ്. ഇത് 3 ഭാഗങ്ങളായിട്ട് അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ അതിൻ്റെ ഒരു വിവരണമാണ്. അത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് അത് ഒഴിവാക്കാൻ സാധിക്കില്ല. അദ്വൈത വേദാന്തിയും കേരളത്തിലെ നവോത്ഥാന നായകനുമായിരുന്ന ശ്രീ നാരായണ ഗുരുസ്വാമികൾക്ക് സമർപ്പിക്കുന്നു ഈ കാവ്യം. 80കളിൽ ഞാൻ 2 താലൂക്കുകളിൽ RSS പ്രചാരകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വൈക്കത്തും വൈപ്പിനിലും. വൈപ്പിനിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ജന്മാഷ്ടമിയോടനുബന്ധിച്ച പ്രഭാഷണത്തിനായി ആളുകളെ കണ്ടെത്തുവാൻ ശ്രമിക്കവേ ഞാൻ ഒരു ശ്രീനാരായണീയനെ, നായരമ്പലം പഞ്ചായത്തിലെ ഒരു ശ്രീനാരായണീയനെ സമീപിക്കുകയുണ്ടായി. എന്നെ ഈ ശ്രീനാരായണീയനുമായിട്ട് പരിചയപ്പെടുത്തിയത് പ്രൊഫസർ വിശാലാക്ഷൻ, പിന്നെ സുബ്രഹ്മണ്യൻ ചേട്ടൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പിന്നെ അന്ന് വൈപ്പിൻകരയിലെ കാര്യവാഹായിരുന്ന സലീം, ശാരീരിക ശിക്ഷണം പ്രമുഖമായിരുന്ന സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും എന്നെ വൈപ്പിൻകര മുഴുവൻ കൊണ്ടുനടന്ന ഈ പ്രമുഖരായ ആൾക്കാരെ പരിചയപ്പെടുത്തുകയുണ്ടായി. അതിൽ സുബ്രഹ്മണ്യൻ ചേട്ടനും വിശാലാക്ഷനും പ്രത്യേകിച്ച് ബുദ്ധിജീവികളായ അനേകം ആൾക്കാരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3-4 വർഷമായി എന്നാ തോന്നുന്നത്, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ ബാലഗോകുലത്തിൻ്റെ വേദികളിൽ ജന്മാഷ്ടമിക്ക് സംസാരിക്കാൻ വേണ്ടി ആളുകളെ തിരയുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തും പോയി. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പതിവായി പോവുകയുണ്ടായിരുന്നു. കാരണം നല്ലൊരു സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്നു. കേരള സർക്കാരിൽ ഫിഷറീസ് ഓഫീസറായ ഇദ്ദേഹം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോകുമായിരുന്നു. അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ഇദ്ദേഹം. ശങ്കരാദർശനത്തെക്കുറിച്ചും ശങ്കരാചാര്യരുടെ ശ്ലോകങ്ങളൊക്കെ മണിമണി പോലെ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് അതിൻ്റെ ഗുരുദേവൻ എഴുതിയ തർജ്ജിമകളും ഒക്കെ, തർജ്ജിമയല്ല, ആശയപരമായ അതിൻ്റെ ശ്ലോകങ്ങൾ, തർജ്ജിമ എന്ന് പറയുന്നത് ശരിയല്ല, ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്നോട് അദ്ദേഹം പറഞ്ഞത്, സംസാര മധ്യേ പറഞ്ഞത്, ഞാനൊരു ശ്രീനാരായണീയനല്ല, ഞാൻ ഒരു വഴികാട്ടിപ്പലകയാണ്. വഴികാട്ടിപ്പലകയുടെ ജോലി കൃത്യമായിട്ട് വഴികൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ്. ആ വഴികാട്ടിപ്പലക ആ വഴികളിലൊന്നും സഞ്ചരിക്കാറില്ല. ഞാനൊരു നാരായണീയനല്ല. നാരായണ ദർശനം എന്താണെന്ന് പറഞ്ഞുതരാം, ശങ്കര ദർശനം എന്താണെന്ന് പറഞ്ഞുതരാം, മധ്വാചാര്യ ദർശനം എന്താണെന്ന് പറഞ്ഞുതരാം. പക്ഷേ ആ വഴികളിലൊന്നും ഞാൻ സഞ്ചരിക്കാറില്ല എന്ന് പറയും. എന്നാൽ ഇദ്ദേഹത്തിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ നല്ലൊരു ശ്രോതാവായിരുന്നു. ഞാൻ നേരത്തെ തന്നെ ഒരു വേദാന്തിയാണ്. അതുകൊണ്ട് ഗീത, ഉപനിഷത്ത് തുടങ്ങിയവയെക്കുറിച്ച് കേൾക്കുവാൻ എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. ശരിക്ക് പ്രത്യേകിച്ച് ശങ്കരദർശനത്തെക്കുറിച്ചും മറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ കൂടെ ചെല്ലുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആദർശം വിരുദ്ധമായ കാര്യങ്ങൾ, പറയുന്ന കാര്യത്തിൽ യാതൊരു നിഷ്ഠയുമില്ല. വാക്കും പ്രവൃത്തിയുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കും. അപ്പം ഞാനിത് കൂടെ പറയുവാൻ, സാറിൻ്റെ വാക്കും പ്രവൃത്തിയുമായിട്ടൊരു ബന്ധവുമില്ലല്ലോ. അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ ഇംഗ്ലീഷ് കവിയുടെ സൈൻ ബോർഡ് എന്നൊരു കവിത, എനിക്ക് തോന്നുന്നു വേഡ്സ്വർത്തിൻ്റെ ആണോ എന്ന്, അതെനിക്ക് അത്ര നിശ്ചയമില്ല. 2 വരി കവിത എന്നെ കേൾപ്പിച്ചിട്ട് അതിൻ്റെ ആശയം പറഞ്ഞു. ഞാൻ വഴികാട്ടിപ്പലകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 86ഓടെ അവിടെ ഒന്ന് വിട്ടു. 87-ൽ മധ്യപ്രദേശിലും 89-ൽ ഡൽഹിയിലുമെത്തി. ഡൽഹിയിലെത്തി 2004-ൽ ഞാൻ രോഹിണിയിൽ നിന്ന്, ആദ്യം മെഹ്റോളിയിലാണ് എത്തിയത്. 2000 ഞാൻ രോഹിണിയിൽ വന്നു. ഒരു സ്വർണ്ണക്കട, ഇന്ന് പറയുമ്പോൾ പേടിയാണ്, കൈരളി ജുവലേഴ്സ് എന്നൊരു സ്വർണ്ണക്കട 10-12 വർഷം രോഹിണിയിൽ നടത്തിയിരുന്നു.
2004 ഞാൻ സ്വർണ്ണമെടുക്കാൻ തൃശ്ശൂർ പോകാറുണ്ട്, കോട്ടയത്തും പോകാറുണ്ട്. കോട്ടയം ജോസ്കോയിൽ നിന്നും തൃശ്ശൂർ ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് പണിയിപ്പിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ 2004 ഞാൻ വൈപ്പിങ്കര പോകാൻ തീരുമാനിച്ചു. കാരണം വൈപ്പിങ്കര ചെറായിലെന്ന് റൂട്ട് മാർച്ചും ജില്ലയുടെ റൂട്ട് മാർച്ചും വിജയദശമിയോടനുബന്ധിച്ച് ജില്ലയുടെ റൂട്ട് മാർച്ചും ശ്രീ പരമേശ്വരജിയുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആലുവയിൽ ഇറങ്ങി അവിടെ പോകാൻ തീരുമാനിച്ചു. ഈ കവിത പണ്ട് കർമ്മഭാണ്ഡം എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കർമ്മഭാണ്ഡം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുടെ കർമ്മഭാണ്ഡമുണ്ട്. എനിക്കും എൻ്റെ കർമ്മഭാണ്ഡമുള്ളത് കൊണ്ടായിരിക്കാം അന്ന് കുറേ പൈസ ഞാൻ തൃശ്ശൂർ അയച്ചു കൊടുത്ത് സ്വർണ്ണം എടുക്കാം. ഒരു 50,000 രൂപയും കൊണ്ടാണ് പോയത്. ശബരിമല തന്ത്രികൾ രോഹിണി ക്ഷേത്രത്തിൽ വെച്ച് പ്രകാശനം ചെയ്ത അന്നാഥ് ഭവന്തി എന്ന ഭഗവത്ഗീത സംബന്ധമായ ഒരു പുസ്തകവും എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു 10-200 കോപ്പിയുമുണ്ട്. തിരിച്ചു വരാനുള്ള റെയിൽവേയുടെ AC ടിക്കറ്റും. പക്ഷേ 35,000 രൂപ ഞാൻ പെട്ടിയിൽ വെച്ചു, 15,000 രൂപ പാൻറ്റിൻ്റെ പോക്കറ്റിലും വെച്ചു. പക്ഷേ ആഗ്രയിൽ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ പെട്ടി എനിക്ക് നഷ്ടമായി. ആ കൂട്ടത്തിൽ നമ്മുടെ ചിന്മയാനന്ദ മിഷനിലെ 2 സ്വാമിമാർ കൂടെ ഉണ്ടായിരുന്നു. പേര് ഞാൻ ഓർക്കുന്നില്ല. ഇനി അടുത്ത സെഷനിൽ ആ പേര് പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാൾ ഞാൻ ആ സ്വാമിയെക്കുറിച്ച് എന്താ പറയേണ്ടത്, അദ്ദേഹം തിരുവനന്തപുരത്ത് ഇപ്പം ഹിന്ദു വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വാമിയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഉള്ള ഒരു സ്വാമിയാണ്. ചിന്മയ മിഷനൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം പ്രസ്ഥാനം കെട്ടിപ്പടുത്തുകയാണ്. അവസാനം ചേർന്നത് വലിയൊരു കുളത്തിലാണ്. അതുപോട്ടെ. ഉദിച്ചൈതന്യമാണ് മറ്റേ സ്വാമി. അവരും 2 പേരും ഒന്ന് ചിന്മയ മിഷനിലായിരുന്നു. അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെന്തോ സപ്താഹം കഴിഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ സ്വാമി എന്നെ ആശ്വസിപ്പിച്ചു. ഭഗവത്ഗീതയെക്കുറിച്ചൊക്കെ എഴുതുന്നതല്ലേ, അതിൽ ആശ്വാസം കണ്ടെത്തു എന്ന് പറഞ്ഞ്. എന്നിരുന്നാലും ഇതൊക്കെ പറഞ്ഞു ഞാൻ ആലുവയിൽ ഇറങ്ങി വൈപ്പിങ്കര പോയി. അന്ന് പരമേശ്വരിയുമായിട്ട് സംസാരിച്ചു. റൂട്ട് മാർച്ചിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് മാർച്ചിൻ്റെ ഇത് ഒക്കെ കണ്ടു. പരമേശ്വരി അന്ന് താമസിച്ചിരുന്നത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു വീട്ടിലാണ്. ഈ പുതുവൈപ്പിലെ വള്ളുവൻ മാഷെന്നൊരു മാഷുണ്ടായിരുന്നു. ആ മാഷ് കപ്പൽ യാർഡിലെ എൻജിനീയറായിരുന്നു, ഷിപ്പ് യാർഡിലെ എൻജിനീയറായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കൂടെ പോവുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ ചെറായിലാണ് വിവാഹം കഴിച്ചത്. ആ വീട്ടിലാണ് പരമേശ്വരജി താമസിച്ചത്, ഏർപ്പെടുത്തിയത്. എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നത്. ഞാൻ അന്ന് ആ വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചു, പരമേശ്വരിയുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം സലിമിൻ്റെ വീട്ടിൽ താമസിച്ചു. സലിം അന്നത്തെ നേരത്തെയുള്ള കാര്യവാഹമായിരുന്നു. അതിനുശേഷം ഞാനവിടെ ഉള്ളപ്പോൾ തന്നെ ആസാമിലേക്ക് പ്രചാരകനായിട്ട് പോയി. തിരിച്ചു വന്ന് ഭാരതീയ വിദ്യാനികേതനിലെ എറണാകുളത്തെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുകയാണ്. ചെറായിൽ തന്നെയാണ് താമസം. പുള്ളിയുടെ വീട്ടിൽ താമസിച്ചു. അന്ന് ഏതോ 1-2 സ്വയം സേവരുമായിട്ട് അടുത്ത ദിവസം ഞാൻ നായരമ്പലത്ത് ശ്രീ പവിത്ര സാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കവിതയുടെ ആധാരം. ഒരു ശ്രീനാരായണീയൻ്റെ കഥ. ഇതിൽ വൈപ്പിങ്കരയെക്കുറിച്ച് വർണ്ണനയുണ്ട്. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു വർണ്ണനയുണ്ട്. 80കളിലെ ഒക്കെ ആകെ ഒരു പാലമേ ഈ കരയിലേക്ക് ഉള്ളൂ. അത് പറവൂരിൽ നിന്ന് ചെറായിലേക്കുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ പോയപ്പം എറണാകുളത്തു നിന്നും ഇപ്പോൾ പുതുവൈപ്പിലേക്കൊരു പാലമുണ്ട്. ഒരു ദ്വീപ് കടന്ന് ആ ദ്വീപിൽ നിന്ന് വൈപ്പിലേക്കൊരു പാലമുണ്ട്. അങ്ങനെ 2 പാലം ഇപ്പോഴുണ്ട്. അന്ന് ഒറ്റ കരമാർഗ്ഗമുള്ള പാലം പറവൂർ എന്നുള്ള പാലമാണ് ചെറായിലേക്ക്. അപ്പം ഞാൻ തുടങ്ങുകയാണ്. കൊച്ചിയെന്നച്ചിതൻ നാമം പ്രസിദ്ധം, കൊച്ചി കണ്ടാലച്ചി വേണ്ടെന്നോ ലോകം.
ആഴിയ മച്ചിക്കു മക്കളുണ്ടേറെ വൈപ്പിങ്കേരെ എന്നു മൂത്തവൾ നാമം. കായലു താണ്ടി കടന്നങ്ങു ചെന്നാൽ കാണാം ഹരിതാപ പൂണ്ട പ്രദേശം. 12 കിലോമീറ്റർ നീണ്ട പച്ചപൂതച്ച മേലിഞ്ഞ പ്രദേശം. ഇപ്പോൾ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണത്. രണ്ടാം ഭാഗം ആ കവിത തൊട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. കവിതയുടെ ആദ്യത്തെ 4 ലൈന് പാടിക്കഴിഞ്ഞു. നമസ്കാരം.